ടീം ആറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ആദരണീയനായ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖർ രാജിവെച്ചതിനെ തുടർന്ന് ഇപ്പൊ ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട്. ആരാണ് ഉപരാഷ്ട്രപതി, എങ്ങനെയാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്, എങ്ങനെയാണ് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, എങ്ങനെയാണ് അദ്ദേഹം റിമൂവ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ റെസിഗ്നേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ മീഡിയയിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോട്ട് ടോപ്പിക് ആയിരിക്കും വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഈ ടോപ്പിക് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനകത്തും ജനറൽ സ്റ്റഡീസ് പേപ്പറിന്, അതല്ല GK പേപ്പറിനകത്ത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഉണ്ടാവും. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട എല്ലാ ആസ്പെക്ടുകളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ പറയുക, KTUവിന്റെ ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പേപ്പറിനകത്ത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ പറ്റി ഡിസ്കഷൻ ഉണ്ട്. അതിനകത്തും ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതിനോട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഒന്ന് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുമായിട്ട് നോക്കുമ്പോൾ എന്താണ്, വാട്ട് ഈസ് ദ ക്വാളിഫിക്കേഷൻ ഫോർ ബീയിങ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഒരു വ്യക്തി ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആവണമെങ്കിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് ആവശ്യമായിട്ടുള്ളത്? ഒന്നെന്ന് പറയുന്നത്, ആ പറയപ്പെടുന്ന വ്യക്തിക്ക് 35 വയസ്സ്, പറയപ്പെടുന്ന വ്യക്തിക്ക് 35 വയസ്സ് പൂർത്തിയായിട്ടുണ്ടാവണം. 35 വയസ്സ് പൂർത്തിയിടണം. അദ്ദേഹം ഇന്ത്യൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലോ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന്റെ കീഴിലോ ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തി ആയിരിക്കരുത്. ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തി ആയിരിക്കരുത്. അതേപോലെ തന്നെ നമുക്കറിയാം, ഇന്ത്യയിൽ ഏത് ഓഫീസ് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹി ഷുഡ് ബി ദ സിറ്റിസൺ ഓഫ് ദി ഇന്ത്യ. ദെൻ അടുത്തൊരു ഫോർത്ത് പോയിന്റ് കൂടിയുണ്ട്. ഇദ്ദേഹം ഒരാളുടെ വൈസ് പ്രസിഡന്റ് ആയി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആവുന്നത് കൊണ്ട് ഹി ഷുഡ് ബി ക്വാളിഫൈഡ് ടു ബി ദ മെമ്പർ ഓഫ് ദി രാജ്യസഭ. ഹി ഷുഡ് ബി ക്വാളിഫൈഡ് ടു ബി ദി മെമ്പർ ഓഫ് ദി രാജ്യസഭ. സോ ഇത്രയാണ് ഒരു വ്യക്തിക്ക് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആവാനായിട്ടുള്ള മിനിമം ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത്, ഒരു രാജ്യസഭയുടെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 66 എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, ഒരു ഇലക്ഷൻ നടക്കുന്ന ഒരു ഏജൻസി ഉണ്ടാവണം. ഇന്ത്യയിൽ ഈ പറയപ്പെടുന്ന വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, EC ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഒരു ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം വോട്ടേഴ്സ് ഉണ്ടാവണം. ആ വോട്ടേഴ്സിന്റെ പാനലിനെ അല്ലെങ്കിൽ വോട്ടേഴ്സിന്റെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ടോറൽ കോളേജ്. ആ ഇലക്ടോറൽ കോളേജിലുള്ളത് ലോക്സഭയിലെ ഇപ്പോഴത്തെ അംഗങ്ങളും ലോക്സഭയിലെ അംഗങ്ങളും രാജ്യസഭയിലെ അംഗങ്ങളുമാണ്. ലോക്സഭയിലെ അംഗങ്ങളും രാജ്യസഭയിലെ അംഗങ്ങളും. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗങ്ങളും അതുപോലെ രാജ്യസഭയിലെ ഇലക്ടഡ് അംഗങ്ങളും, അതായത് രാജ്യസഭയിലുള്ള നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും ഇലക്ട് ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും രണ്ടുപേർക്കും വോട്ടവകാശം ഉണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഇലക്ഷൻ നടക്കുന്ന സമയത്താണെങ്കിൽ നമുക്കറിയാം, ഒരു MP യുടെ വോട്ടിനൊരു വാല്യൂ ഉണ്ട്, MLA യുടെ വോട്ടിനൊരു വാല്യൂ ഉണ്ട്. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഈ പറയപ്പെടുന്ന വൈസ് പ്രസിഡന്റ് ഇലക്ഷനകത്ത് ഒരാളുടെ വോട്ടിന് ഒരു വോട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വാല്യൂ ഓഫ് വോട്ട് എന്ന് പറയുന്നത് 1 തന്നെയാണ്. ദെൻ ഇലക്ഷൻ നടക്കുന്നത് സീക്രട്ട് ബാലറ്റിലൂടെയാണ്. Then proportional representation by means of the single transferable vote system ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 2 കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ആദ്യത്തെ കാൻഡിഡേറ്റിന്റെ പേര് രാഹുൽ എന്നും രണ്ടാമത്തെ കാൻഡിഡേറ്റിന്റെ പേര് സൗമ്യ എന്നുമാണെങ്കിൽ ഈ ഇലക്ടറൽ കോളേജിൽ വോട്ടിംഗ് അവകാശമുള്ള വ്യക്തി ഇവരിൽ ആരെയാണോ പ്രിഫർ ചെയ്യാൻ താല്പര്യം അവർക്ക് പ്രിഫറൻഷ്യൽ നമ്പർ ആണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സൗമ്യയാണ് വൈസ് പ്രസിഡന്റായി കാണാൻ അവർക്ക് താല്പര്യമെങ്കിൽ സൗമ്യക്ക് 1 എന്നും രാഹുലിന് 2 എന്നും കൊടുക്കും. സോ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് ദ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റത്തിലാണ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇലക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ബേസിക്കലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അല്ലേ, ഒരാൾ വൈസ് പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അദ്ദേഹം ഹീസ് ബിക്കം ദി എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദി രാജ്യസഭ. രാജ്യസഭയുടെ ഓട്ടോമാറ്റിക്കലി വൈസ് പ്രസിഡന്റ് ആവുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം എന്ത് സംഭവിക്കുന്നു, രാജ്യസഭയുടെ ചെയർപേഴ്സൺ ആയി മാറുന്നു. Then he has a casting vote in രാജ്യസഭ. ഫോർ എക്സാമ്പിൾ, രാജ്യസഭയിൽ ഒരു ടോപ്പിക്കൽ ഡിസ്കഷൻ നടക്കുകയാണ്. നോർമൽ കേസിൽ രാജ്യസഭ ചെയർപേഴ്സൺ, അതായത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് വോട്ടവകാശമില്ല. പക്ഷേ ആ വോട്ടിംഗ്, ഒരു ടോപ്പിക് ഡിസ്കഷനിൽ വോട്ടിംഗ് നടന്നപ്പം ടൈ വരുവാണെങ്കിൽ ആ ടൈ വരുന്ന സമയത്ത് ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാസ്റ്റിംഗ് വോട്ട് ആർക്കുണ്ടാവും? കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത് രാജ്യസഭ ചെയർപേഴ്സൺ ഉണ്ടാവും. ദെൻ അടുത്തെന്ന് പറയുന്നത്, പ്രസിഡന്റ് ഇല്ലാത്തപ്പോൾ, പ്രസിഡന്റിന്റെ ഓഫീസ് എന്ന് പറയുന്നത് വേക്കന്റ് ആവുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഹി വിൽ ബി ആക്ടിംഗ് ആസ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഹി വിൽ ബി ആക്ട് ആസ് ദി പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യ. അടുത്തത്, ഇനി നമുക്ക് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഉണ്ട്, ലൈക്ക് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ റിമൂവ് ചെയ്യണം. റിമൂവലുമായി ബന്ധപ്പെട്ടുള്ള, ഫോർ എക്സാമ്പിൾ, ഇപ്പം താല്പര്യമില്ല, എന്തെങ്കിലും ഒരു എന്ത് ഗ്രൗണ്ടിലാണ് വൈസ് പ്രസിഡന്റ് റിമൂവ് ചെയ്യാൻ പറ്റുക എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ
അപ്പൊ റിമൂവ് ചെയ്യണമെങ്കിൽ ആ റിമൂവലിന്റെ പ്രൊസീജിയർ എന്താണ്? ഒന്നാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ആരാണോ വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തിന് 14 ദിവസം മുമ്പ് ഒരു നോട്ടീസ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, നോട്ടീസിൽ ഇൻഫോം ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്: നിങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് താങ്കളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ നമ്മൾ കൊണ്ടുവരാനായിട്ട് പോവുകയാണ് എന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? റെസൊല്യൂഷൻ കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മൂവ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇദ്ദേഹത്തിന് 14 ദിവസം മുമ്പ് ഒരു നോട്ടീസ് കൊടുക്കുന്നു. ആ നോട്ടീസ് കൊടുത്തതിന് ശേഷം ഈ പറയപ്പെടുന്ന ഒരു റെസൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് രാജ്യസഭയിലാണ്. കാരണം രാജ്യസഭയുടെ ചെയർമാനായിട്ടാണ് വൈസ് പ്രസിഡന്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ റെസൊല്യൂഷൻ രാജ്യസഭയിൽ മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുക, അല്ലാതെ ലോക്സഭയിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം രാജ്യസഭയിലെ ഡിസ്കഷന് ശേഷം ഇതൊരു എഫക്റ്റീവ് മെജോറിറ്റിയിൽ പാസ്സായാൽ, എന്താണ് എഫക്റ്റീവ് മെജോറിറ്റി? എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഹൗസ്? ആ ഹൗസിന്റെ സ്ട്രെങ്ത് എത്രയാണോ, എത്ര പേരുണ്ടോ, ആ ഹൗസിലെ സ്ട്രെങ്തിന്റെ പകുതി. ഫോർ എക്സാമ്പിൾ, ഒരു ഹൗസിൽ 250 അംഗങ്ങളാണുള്ളത് എങ്കിൽ 250 പകുതി 125, അപ്പൊ 126 വോട്ട് കിട്ടണം ആ ഒരു റെസൊല്യൂഷൻ പാസ് ആവാനായിട്ട്. അപ്പൊ എഫക്റ്റീവ് മെജോറിറ്റിയിൽ പാസ് ആണ്, ദാറ്റ് ഈസ് കോൾഡ് എഫക്റ്റീവ് മെജോറിറ്റി. അതിനുശേഷം ഈ ഇതെന്ന് പറയുന്നത് ലോക്സഭയിൽ എത്തുന്നു. ലോക്സഭയിൽ സിമ്പിൾ മെജോറിറ്റി. ലോക്സഭയിൽ പ്രത്യേകത, ഫോർ എക്സാമ്പിൾ, ലോക്സഭയിൽ 500 അംഗങ്ങൾ ഉണ്ടാകുന്ന വിചാരിക്കാം. ഒരു ദിവസം 300 അംഗങ്ങളെ വന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ മെജോറിറ്റി, അതായത് 151 വോട്ട് കിട്ടിയ, 151 വോട്ട് കിട്ടിയ, ദാറ്റ് ഈസ് കോൾഡ് സിമ്പിൾ മെജോറിറ്റിയിൽ ഈ റെസൊല്യൂഷൻ പാസ് ആവണം. ഈ 4 സ്റ്റെപ്പുകളും ഫോളോ ആയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്ത് സംഭവിക്കും? വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് റിമൂവ് ആവുന്നു. ക്ലിയർ? ഇനി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഒരു വൈസ് പ്രസിഡന്റ് ഓഫീസ് എങ്ങനെയൊക്കെയാണ് വേക്കന്റ് ആവുന്നത്? ഒന്ന്, വൈസ് പ്രസിഡന്റ് ഡെത്ത് സംഭവിക്കാം. 2, വൈസ് പ്രസിഡന്റ് റെസിഗ്നേറ്റ് ചെയ്യാം. അത് റെസിഗ്നേഷൻ കൊടുക്കാം ആർക്ക്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക്. അതാണ് ജഗ്ദീപ് ധൻഖർ ചെയ്തത്. ഡിസ്ക്വാളിഫൈഡ്, ഫോർ എക്സാമ്പിൾ, അദ്ദേഹത്തിന്റെ ഇലക്ഷൻ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ ഏതെങ്കിലും ഒരു റീസൺ കൊണ്ട് അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ വന്നാൽ ഹി ക്യാൻ ബി ഡിസ്ക്വാളിഫൈഡ്. അപ്പൊ എന്താണ്? മെത്തേഡ് ഓഫ് ഇലക്ഷൻ വാലിഡ് അല്ലായിരുന്നു എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഹി വിൽ ബിക്കം ഡിസ്ക്വാളിഫൈഡ്. Then he can be removed. റിമൂവിന്റെ പ്രൊസീജിയർ ആണ് നമ്മൾ കണ്ടത്. എക്സ്പയർ ഓഫ് ദ ടെറിം. യൂഷ്വൽ ടെന്യൂർ എന്ന് പറയുന്നത് 5 വർഷമാണ്. 5 വർഷത്തിന് ശേഷം അടുത്ത വൈസ് പ്രസിഡന്റ് വരുന്നവരെ ഓഫീസ് ഹോൾഡ് ചെയ്യും. അതിനുശേഷം ആ ടെന്യൂർ കഴിയുമ്പോൾ അടുത്ത ആള് വരും. സോ അപ്പൊ ഈ 5 റീസൺ കൊണ്ടാണ് വൈസ് പ്രസിഡന്റിന്റെ ഓഫീസ് വേക്കന്റ് ആവുക. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽ ആണ് നമ്മൾ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ അത്യാവശ്യം അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.